മാർച്ച് 31 വിശുദ്ധവാരത്തിലെ ചൊവ്വാഴ്ച. യോഹന്നാൻ 13:21 മുതൽ 33 വരെയും 36 മുതൽ 38 വരെയും വാക്യങ്ങൾ. ജൂലിയസ് സീസറിനെ ഉറ്റ സുഹൃത്ത് ബ്രൂട്ടസ് ഒറ്റിക്കൊടുത്തത് ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ്. BC 44 ബ്രൂട്ടസും മറ്റ് സെനറ്റർമാരും നയിച്ച ഗൂഢാലോചനയുടെ ഫലമായിരുന്നു സീസറിൻ്റെ കൊലപാതകം. ഈ പ്രവൃത്തി സീസറിൻ്റെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല, വിശ്വാസത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ആത്യന്തിക വഞ്ചനയെ പ്രതീകപ്പെടുത്തി. ധാർമ്മിക സത്യസന്ധതയ്ക്ക് പേരുകേട്ട ബ്രൂട്ടസ് സീസറിനോടുള്ള വിശ്വസ്തതയ്ക്കും റോമിനോടുള്ള കടമയ്ക്കും ഇടയിൽ അകപ്പെട്ടു. യെറ്റ് ടു ബ്രൂട്ട്, നീയോ ബ്രൂട്ടസ് എന്ന പ്രസക്തമായ വരി ഈ വഞ്ചനയുടെ ഞെട്ടലും തീവ്രതയും പകർത്തുന്നു. ഇത് നാടകങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും പറയുന്ന ഒരു കാലാതീതമായ കഥയാക്കി മാറ്റുന്നു. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രാരംഭ വാക്കുകൾ ഇവയാണ്. യേശു വളരെയധികം അസ്വസ്ഥനായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരും അടുത്ത സുഹൃത്തുക്കളുമായ ഒരാൾ ഉടൻ തന്നെ ഒറ്റിക്കൊടുക്കുകയും റോമാക്കാർക്ക് കൈമാറുകയും ചെയ്യുമെന്നറിഞ്ഞപ്പോൾ യേശു ദുഃഖിതനും നിരാശനുമായി. ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഞെട്ടിപ്പോയി. അവർ ഞെട്ടലോടെ പരസ്പരം നോക്കി. യേശു പറയുന്നത് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരെല്ലാം യേശുവിനെ സ്നേഹിച്ചു. അവർ യേശുവിൻ്റെ അനുയായികൾ മാത്രമല്ല, അവൻ അവരുടെ സുഹൃത്തും ഉപദേഷ്ടാവുമായിരുന്നു. അവരിൽ ആരും തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അവൻ കരുതിയില്ല. മറിച്ച് അവർ പരസ്പരം നോക്കാൻ തുടങ്ങി. സ്വയം ചോദിച്ചു, അത് പത്രോസായിരിക്കുമോ? തീർച്ചയായുമല്ല. ഒരുപക്ഷെ ആൻഡ്രു, തോമസ്, യൂദാസ്. അവരെല്ലാം തങ്ങളുടെ കുടുംബങ്ങളെയും ഉപജീവന മാർഗങ്ങളെയും സുഹൃത്തുക്കളെയും ഉപേക്ഷിച്ച് ഈ യേശുവിനെ അനുഗമിച്ചിരുന്നു. അവരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു വിശ്വസിച്ചത് എന്തുകൊണ്ടാണ്? ഒരു സുഹൃത്ത്, കുടുംബാംഗം, സഹപ്രവർത്തകൻ അല്ലെങ്കിൽ അയൽക്കാരൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റിക്കൊടുത്തിട്ടുണ്ടോ? ഒറ്റിക്കൊടുക്കൽ ഭയാനകമാണ്. ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിൽ ഒന്നാണിത്. പ്രത്യേകിച്ച് നിങ്ങളെ ഒറ്റിക്കൊടുത്ത വ്യക്തി നിങ്ങൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരാളാണെങ്കിൽ. നിങ്ങളെക്കുറിച്ച് കരുതലുള്ളവരാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ. എന്നിരുന്നാലും യേശു താൻ പറയുന്നത് ഗൗരവമായി തന്നെ എടുക്കുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് യേശു അനുഭവിച്ചിരിക്കാവുന്ന വികാരങ്ങളൊന്ന് സങ്കല്പിക്കുക. ഈ അറിവ് യേശുവിൻ്റെ ഹൃദയം തകർത്തിരിക്കണം. എന്നിട്ടും താൻ ചെയ്യേണ്ടത് ചെയ്യാൻ അവൻ ദൃഢനിശ്ചയം ചെയ്തു. പിതാവ് തന്നോടൊപ്പമുണ്ടെന്ന് അവനറിയാമായിരുന്നു. ഇത് യേശുവിന് ശക്തി നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ സ്നേഹിച്ച ഒരാൾ വേദനിക്കപ്പെടുകയും നിരാശപ്പെടുകയും ഒരുപക്ഷെ വഞ്ചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസവഞ്ചനയോ മൂലം തകർന്നു പോകുമ്പോൾ നമുക്ക് യേശുവിലേക്ക് തിരിയാൻ കഴിയുന്നത് എത്ര വലിയ ദാനമാണ്. ജീവിതത്തിൽ നമ്മൾ എന്തനുഭവിച്ചാലും യേശു അതിനു മുമ്പേ ആ പാതയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അവൻ നമ്മുടെ വേദന മനസ്സിലാക്കുന്നു. അവൻ നമ്മെ സ്നേഹിക്കുന്നു. നമ്മോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.